ഹലോ, നമസ്കാരം. റോഷനും ഫാമിലിക്കും ചെയ്തിട്ടുള്ള 2 കേക്ക്സാണ്. ഒരെണ്ണം വാൻചോയും മറ്റേത് ചോക്ലേറ്റ് ഫിനാൻസറും ആയിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കേക്ക് സെയിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ക്ലച്ച് പിടിച്ചിട്ടില്ല. ഇത് ക്ലച്ച് പിടിക്കാൻ എന്താ ചെയ്യേണ്ടതെന്നും അറിയില്ല. അങ്ങനത്തെ ഒരു കാലം. കയ്യിലുള്ള ജോലിയും കളഞ്ഞ് റെഗുലർ ഇൻകവും കളഞ്ഞിട്ടാണ് പാഷൻ്റെ പുറകെ പോണത് എന്നുള്ളത് ഓർക്കണം. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയം ആയതുകൊണ്ട് തന്നെ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഒരു ഐഡിയ ഇല്ലെങ്കിലും കിട്ടുന്ന വഴിയൊക്കെ നോക്കുമായിരുന്നു. ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരു ഓർഡർ അതെനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. ഒരുപാട് ലെസൺസ് എനിക്ക് കിട്ടിയിട്ടുള്ളൊരു ഓർഡറായിരുന്നു അത്. എന്നെ ഒരു ലേഡി അപ്രോച്ച് ചെയ്തു. ഒരു കേക്ക് വേണം. അവരുടെ ഒരു ഗ്രൂപ്പിൻ്റെ ഗ്യാതറിങ്. അതിനകത്ത് എല്ലാ മാസവും ആരുടെയെങ്കിലും ഒരാളുടെ ബർത്ത്ഡേ ഉണ്ടാവും. അപ്പോൾ അവർ വളരെ റിനൗൺഡ് ആയിട്ടുള്ളൊരു കോഫി ഷോപ്പ് പറഞ്ഞു ഞങ്ങൾ അവിടെ നിന്നേ കേക്ക് എടുക്കാറുള്ളൂ. ഇതിപ്പോൾ എനിക്ക് അതായത് ഇറ്റ് വാസ് ലൈക്ക് ഒരു ഔദാര്യം ആണ് എന്നോട് ചെയ്യുന്നത്. കാരണം ഇതെങ്ങാനും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാ മാസവും ഈ ബർത്ത്ഡേയ്സിൻ്റെ ഓർഡേഴ്സ് എനിക്ക് മാത്രമായിരിക്കും വരുന്നത് എന്നുള്ളത്. ഇങ്ങനെയുള്ള കുറേ ഓഫറും ഉണ്ടായിരുന്നു. പിന്നെ അവരുടെ സ്പെസിഫിക്കേഷൻ ഇങ്ങനെയായിരുന്നു: 1 kg കേക്ക് വലിയ പാനിൽ സൈസ് കൂട്ടി ചെയ്യണം. പിന്നെ ഓരോ സ്പഞ്ചും ഓരോ ഫ്ലേവറാണ്. പിന്നെ ഫില്ലിങ്ങിനും അതിൻ്റെതായ സ്പെസിഫിക്കേഷൻസ്, ഓരോ ടൈപ്പ് ഫില്ലിംഗ് ആണ് ഓരോന്നിനും. ഓവറോൾ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ്, പിന്നെ കംപ്ലീറ്റ് സ്ട്രോബെറി വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യണം. അതായത് ഫുൾ ആൻഡ് ഫുൾ. ഇതൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ ബഡ്ജറ്റാണ് ഏറ്റവും രസകരം. അത് ഞാൻ പറയണില്ല. അങ്ങനെ ഒരു എമൗണ്ടിനായിരുന്നു എനിക്ക് കേക്ക് ചെയ്യേണ്ടിയിരുന്നത്. ഡെലിവറിയും ഞാൻ തന്നെ ചെയ്യണം. ഒരു ഫാം ഹൗസാണ് ലൊക്കേഷൻ തന്നിട്ടുണ്ടായിരുന്നത്. കാക്കനാട് ഏരിയ തന്നെയാണ്, പക്ഷേ കുറച്ച് ദൂരം പോകാനുണ്ട്. എനിക്ക് പരിചയമില്ല. അങ്ങനെ മാപ്പ് ഇട്ടിട്ട് പോവാണ്. അവർ സമയത്തിൻ്റെ കാര്യത്തിൽ വളരെ പങ്ക്ച്വലാണെന്നും പറഞ്ഞിരുന്നു. അപ്പോൾ ബിഫോർ ടൈം എത്തുന്ന രീതിയിലാണ് ഞാൻ ഇവിടുന്ന് പോണത്. അങ്ങനെ ഫൈനലി ഡെസ്റ്റിനേഷൻ എത്തിയെന്ന് മാപ്പ് പറയുമ്പോൾ നമ്മൾ എത്തിയത് ഒരു ഒഴിഞ്ഞ പറമ്പിലാണ്. ചുറ്റും അതിലൊക്കെയുള്ള ഒരു ഒഴിഞ്ഞ പറമ്പ്. മാപ്പ് നമ്മളെ പറ്റിച്ചു എന്ന് തോന്നി. എന്താണെങ്കിലും അവരെ വിളിക്കുകയാണ്. കുറേ തവണ വിളിച്ചു. അവർ ഫോൺ എടുക്കുന്നേ ഇല്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. സമയം വൈകുമല്ലോ, വൈകാനും പറ്റില്ല. പിന്നെ ഞാനിങ്ങനെ ഓർത്തു, അവർ സംസാരത്തിൽ എപ്പോഴും വേറൊരു ക്ലബിൻ്റെ പേര് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. എന്നാൽ നേരെ അങ്ങോട്ടേക്ക് വിടാൻ വെച്ചു. ചിലപ്പം അതെങ്ങാനും ആണെങ്കിലോ. അങ്ങനെ അത്രയും ദൂരം പിന്നെയും പോയിട്ട് ആ ക്ലബിലെത്തുമ്പം അവിടെ അങ്ങനെ ഒരു പരിപാടിയും നടക്കുന്നില്ല. അവിടുന്ന് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് വീണ്ടും അവർ വിളിച്ചപ്പോൾ ഭാഗ്യത്തിന് പുള്ളിക്കാരി ഫോൺ എടുത്തു. അപ്പോഴാണ് മനസ്സിലായത് ആദ്യത്തെ ലൊക്കേഷൻ തന്നെ ആ ഒരു പ്രോപ്പർട്ടിയുടെ അപ്പുറത്തായിട്ട് വേറൊരു പ്രോപ്പർട്ടി ഉണ്ട്. അവിടേക്കാണ് നമ്മൾ പോകേണ്ടത്. കുത്തനെയുള്ള ഇറക്കവും കുത്തനെയുള്ള കയറ്റവുമായിട്ട് ഈ കേക്കുമായിട്ട് ലോകം മുഴുവൻ കറങ്ങിയ പ്രതീതിയായിരുന്നു കേട്ടോ ഞങ്ങൾക്ക്. അങ്ങനെ ഫൈനലി അവിടെ എത്തി. ഒരു പാർട്ടി ഹാളിലാണ് എത്തുന്നത്. ഇഷ്ടംപോലെ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അടുത്ത ഓർഡർ ഒന്നും വേണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം ഒന്ന് ഓഫർ ചെയ്തിരുന്നെങ്കിൽ എനിക്കും എൻ്റെ മോക്കും വളരെ ആശ്വാസമായേനെ. പക്ഷെ അതുപോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇതൊക്കെ ഈ ജേർണിയിൽ കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ് ഇങ്ങനെയുള്ള എക്സ്പീരിയൻസും കൂടെ കിട്ടിയതിൽ. കാരണം നല്ലതും അത്ര നല്ലതല്ലാത്തതുമായിട്ടുള്ള എല്ലാ എക്സ്പീരിയൻസിൻ്റെയും ആകെത്തുകയാണ് ഇപ്പോഴത്തെ ഈ ഞാൻ.